കമ്മ്യൂണിസ്റ്റ് ആചാര്യനും കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായ EMS നമ്പൂതിരിപ്പാട് വിട പറഞ്ഞിട്ട് 28 വർഷം. കേരളത്തിന്റെ രാഷ്ട്രീയ ദൈക്ഷണിക മേഖലകളിൽ നികത്താൻ കഴിയാത്ത നഷ്ടമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് EMSന്റെ വേർപാട്. ഏലംകുളം മനയിൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന കുഞ്ചു പിറന്നത് സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും നടുവിലാണ്. നോക്കത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ഏലംകുളം മനയിലെ വസ്തുവകകൾ നോക്കാൻ തന്നെ നൂറുകണക്കിന് പേരാണ് ഉണ്ടായിരുന്നത്. പാട്ടമായി കിട്ടിയിരുന്നത് 50,000 പറ നെല്ല്. പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന കുടിയാന്മാരുടെയും അടിയാന്മാരുടെയും വേദനയും ദുഃഖവും കുഞ്ഞുനാളിലെ കുഞ്ചുവിന്റെ മനസ്സിനെ സ്പർശിച്ചു. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരും അങ്ങനെ മനുഷ്യന്റെ വേർതിരിവുകളുടെ ലോകം ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമെല്ലാം ശങ്കരനെ മതിച്ചു. അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരായ പോരാട്ടങ്ങൾക്ക് ശങ്കരനെ പ്രേരിപ്പിച്ചതും ഇത്തരം വേർതിരിവുകളായിരുന്നു. സംസ്കൃതവും മലയാളവും വേദങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം ചെറുപ്രായത്തിലെ കുഞ്ചു മനഃപ്പാടമാക്കി. വായനയുടെ ലോകം ശങ്കരന് പുതിയ ചിന്തകളും വഴികളും തുറന്നു നൽകി. ആദ്യം കോൺഗ്രസിലൂടെയും പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയും കമ്മ്യൂണിസത്തിന്റെ ലോകത്തേക്ക് ശങ്കരൻ നമ്പൂതിരിപ്പാട് നടന്നെടുത്തു. പിണറായിയിൽ നടന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയവരിൽ പ്രമുഖനാണ് EMS നമ്പൂതിരിപ്പാട്. മാർക്സിസം ലെനിനിസം ഇത്രമേൽ ആഴത്തിൽ പഠിക്കുകയും സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യാൻ EMSനെ പോലെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. 1956 ഐക്യ കേരള രൂപീകരണത്തിലും EMS നിർണായകമായ പങ്ക് വഹിച്ചു. തുടർന്ന് നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി EMS നമ്പൂതിരിപ്പാട് സത്യപ്രതിജ്ഞ ചെയ്തു. ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ ബില്ലടക്കം കേരള ചരിത്രത്തെ മാറ്റിമറിച്ച നിർണായകമായ നിരവധി നിയമനിർമ്മാണങ്ങൾ നടത്തിയത് ആദ്യത്തെ EMS സർക്കാരാണ്. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് രൂപം നൽകുന്നതിൽ നിർണായക പങ്കാണ് EMS വഹിച്ചത്. CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 64 പേരിൽ ഒരാളാണ് EMS നമ്പൂതിരിപ്പാട്. സ്വന്തമായി ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം തന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അദ്ദേഹം നൽകി. പിന്നീട് പാർട്ടിയിൽ നിന്ന് ലഭിച്ച തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു EMSന്റെ ജീവിതം. MLAയും മന്ത്രിയും എന്ന നിലയിൽ ലഭിച്ച പെൻഷനും അദ്ദേഹം പാർട്ടിക്ക് കൈമാറി. തന്റെ ജീവിതയാത്രയിൽ നൂറുകണക്കിന് പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. രാഷ്ട്രീയവും സാഹിത്യവും സംസ്കാരവുമെല്ലാം EMSന്റെ എഴുത്തിന്റെ വിഷയങ്ങളായി. 1970 കേരള സാഹിത്യ അക്കാദമി അവാർഡ് EMSന്റെ ആത്മകഥയ്ക്ക് ലഭിച്ചു. EMSന്റെ സമ്പൂർണ്ണ കൃതികൾ 100 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചു. തന്റെ വിദേശ സന്ദർശന അനുഭവങ്ങളെല്ലാം പുസ്തകങ്ങളാക്കി അദ്ദേഹം രൂപാന്തരപ്പെടുത്തി. ദൈക്ഷണികമായ സംഭാവനകൾ നൽകാതെ മരണം വരെയും EMSന്റെ ഒരു ദിനവും കടന്നുപോയിട്ടില്ല. 1909 ജൂൺ 13 പെരിന്തൽമണ്ണയിൽ ഏലംകുളം മനയിൽ നിന്ന് ആരംഭിച്ച യാത്ര അവസാനിച്ചത് 1998 മാർച്ച് 19 തിരുവനന്തപുരത്തായിരുന്നു. മലയാളികളും കേരളവും ഉള്ള കാലം വരെയും മറക്കാതെ മരിക്കാതെ ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾ നിലനിൽക്കും. ആ ഓർമ്മകൾക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ. ഷമ്മി പ്രഭാകർ, കൈരളി ന്യൂസ്.